നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കുന്ന പൈസയ്ക്കകത്തുനിന്ന് ടാക്സ് അടച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നമ്മുടെ ഗവൺമെൻറ്റും സംവിധാനങ്ങളെല്ലാം ഒരുക്കി തന്നേക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ആരും പേഴ്സണലായിട്ട് എടുക്കേണ്ട ചെയ്ത സ്റ്റാഫുകൾ അങ്ങനെ എടുത്തെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ആൾക്കാരെ ഞാൻ ഇന്ന് മുതുകുള ഹോസ്പിറ്റലിൽ പോയപ്പം 2 ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാരെല്ലാം നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഡോക്ടർമാരൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇത് കൊടുക്കാൻ 2 ഫാർമസിസ്റ്റുകാരുണ്ട്, 2 കൗണ്ടറുണ്ട്. നിങ്ങൾ ആ വീഡിയോകൾ ഇപ്പം സൈഡിൽ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ വന്ന് ഡോക്ടർമാരുടെ കാണുന്നില്ല. ഡോക്ടർമാർ വന്ന് നോർമൽ രീതി ചെക്കപ്പ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ചെക്കപ്പ് ചെയ്ത് വിട്ടാലും ഈ ഫാർമസിസ്റ്റുകാർക്ക് മരുന്ന് കൊടുക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മളെ പോലെ കൊച്ചു പിള്ളേർ, നമ്മളെ ചെറുപ്പക്കാർ പിള്ളേരോ അല്ലെന്നുണ്ടെങ്കിൽ പ്രായം കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം, ഈ പ്രായമായവർക്കെങ്കിലും ബേസിക്കലി കഷ്ടപ്പാട് കണ്ണിച്ചോര കാണിക്കണം കുറച്ചൊക്കെ. നിങ്ങൾ ടോക്കൺ ബേസ് ചെയ്ത് ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇപ്പം എല്ലാവരും അറിഞ്ഞു കാണും, കമ്പ്യൂട്ടറൈസ്ഡ് ആണ് കാര്യങ്ങൾ മൊത്തം. നമ്മൾ അവിടെ ഡോക്ടറിനെ എടുക്കുന്ന ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഇവിടെ സിസ്റ്റത്തിൽ വരും. ഒരു ബേസിക് ലോജിക്ക് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ആൾക്കാരെ ഞാൻ പറയുന്ന പേഴ്സണലി എൻ്റെ കാര്യമോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നില്ല. ആ വീഡിയോയ്ക്കകത്ത് പനിയാട്ടോ. ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര അമ്മമാരെ, എത്ര വയ്യാത്ത അപ്പൂപ്പന്മാരൊക്കെ വന്നിരിക്കുന്നതെന്ന്. അവരോടൊക്കെ ഈ ചെയ്യുന്ന ഭയങ്കര ക്രൂരതയാണ്. ഒരു ഫാൻ പേരൊരു ഫാൻ, ആ ഫാൻ്റെ ഒക്കെ ചവിട്ടി ഷീറ്റ്, പഴുക്കുന്ന ഷീറ്റ്, അതിൻ്റെ താഴെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. ആ ഫാനിൻ്റെ ചവിട്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വിയർത്ത് ഇടപാട് തീരും. പഴുത്തു പോകും മനുഷ്യന്മാർ. ഇങ്ങനെ ആൾക്കാരെ ദ്രോഹിക്കരുത്. നിങ്ങൾക്ക് ഒരു ഡോക്ടറിന് ഒരു പേഷ്യൻറ്റിനെ നോക്കുന്നതിൻ്റെ 10-1 സമയം വേണ്ട ഒരു മരുന്നെടുത്ത് കൊടുക്കാൻ. എൻ്റെ ടോക്കൺ നമ്പർ എവിടെ വെച്ചേക്കാം, 167 166 176 കാണാം എൻ്റെ നമ്പർ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ലാസ്റ്റ് നോക്കിയത് തന്നെയായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു 10-25-30 ആൾക്കാർക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി പെൻഡിങ് അങ്ങ് വെച്ചേക്കാം. എന്ത് കാര്യത്തിലാണ്? ആ പടെ 2 ഡോക്ടർമാരുണ്ട്. ആ 2 ഡോക്ടർമാർ 2 ലേഡീസ് ഡോക്ടർമാരാണ്. അവർ കണ്ട് മരുന്ന് കുറിച്ച് തന്നെങ്കിലും ഇവരുടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ എന്ത് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്ത് വേണം? അവർക്ക് വേറെ ഏതൊരു ജോലി അല്ലെന്നുണ്ടെങ്കിൽ വേറെ വല്ല ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരെ ഏൽപ്പിക്കണം. ഈ ഫാർമസിസ്റ്റിനെ കൊണ്ടൊന്നും ഈ സാമാനം ചെയ്യിപ്പിക്കുക. അവർക്ക് മരുന്ന് കൊടുക്കാനുള്ള ജോലി കൊടുക്കണം. എത്ര ആൾക്കാരാണ് ഇന്ന് അരകിക്കുന്നത്, ദുഃഖിക്കുന്നത്? അവർക്ക് തന്നെ നടക്കാൻ പോലും വയ്യ. അപ്പനും അമ്മയൊക്കെ അല്ലേ ബുക്കൊക്കെ ആയിട്ടൊന്ന് അവിടെ ക്യൂ നിൽക്കുക. ആ ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് കൊടുക്കണം. ടോക്കൺ നമ്പർ ബേസ് ചെയ്ത് മരുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ആണ് വേറെ, പെണ്ണ് വേറെ. 10,000 ക്യൂവാ നട്ടറാം വെയിലത്ത്. സമ്മതിക്കണം. ഇവന്മാർ ഈ സർക്കാരിനൊക്കെ പൈസ മുടക്കാനൊക്കെ ഇഷ്ടം പോലും ഉണ്ട്. പക്ഷെ യുക്തിപരമായിട്ട് ചിന്തിച്ച് ചെയ്യാനുള്ള കഴിവില്ലാത്തത് ഭയങ്കര നാണം കെട്ട നാറി ഇടപാടാണ്. കഷ്ടമാണ്. നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാര്യമൊന്നുമില്ല. അറിയാം സർക്കാരാണ് നന്നാവെന്ന് പോകുന്നില്ല. പക്ഷെ ആൾക്കാർ ഇനിയും ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, ചെറുതായി കാണിക്കുന്നത് ഭയങ്കര പോക്കിൽ തരോ അല്ല, അങ്ങനെ തന്നെ പറയണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ പൈസ മേടിച്ചിട്ട് നമുക്ക് മരുന്ന് കരുതിയാലും നമ്മൾ ഒരു കാര്യങ്ങൾ കരുതണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ചുമ്മാതെ കണ്ട് ആൾക്കാരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. 2 ഫാർമസിസ്റ്റ് ഉണ്ട്, ഡോക്ടർമാർ 2 പേരുണ്ട്. അവർ നോക്കുന്ന മരുന്ന് കൃത്യസമയത്തിന് കൊടുക്കാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ ജോലിക്ക് വെച്ചിട്ട് വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. അതിനേക്കാളും നല്ലത് എന്ത് പറയുന്നത്, മെഡിക്കൽ സ്റ്റോറിൽ ഇപ്പോൾ മരുന്ന് മേടിക്കുന്നത്. അതങ്ങനെ ഇപ്പം ആ ടോക്കൺ നമ്പർ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വെളിയിൽ പോയെങ്കിലും മരുന്ന് മേടിക്കായിരുന്നു. ആ ഒരു സിട്ര എനിക്ക് പേഴ്സണലി കിട്ടിയതാണ്. എനിക്കൊരു പാരസെറ്റമോൾ ഒരു സിട്രസിന് കിട്ടിയത്. എൻ്റെ രോഗത്തിനനുസരിച്ചുള്ള മരുന്ന് എനിക്ക് കിട്ടിയത്. അത് കൊടുക്കാൻ വരെ 15 മിനിറ്റ് എടുക്കും ഫാർമസിസ്റ്റ്. പിന്നെ എന്തിനിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. നല്ല കാര്യം. കീപ് ഗോയിങ് ഗൈസ്.